ദ ഹിന്ദുവിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം തന്നെയാണ്. ആ അഭിമുഖത്തിലെ ചില പ്രതികരണങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. മലപ്പുറത്തെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രി നടത്തി. മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. അതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മലപ്പുറത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 150 കോടിയിലേറെ രൂപയുടെ സ്വർണം പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഹവാല പണവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരെ പോലീസ് നടത്തിയ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നടപടികളാണ് ഇപ്പോഴുള്ള RSS CPM BJP ബന്ധം എന്ന ആരോപണം ഉയരാൻ കാരണമായത്. അപ്പോൾ മുസ്ലിം തീവ്രവാദ സംഘങ്ങൾക്കെതിരെ സർക്കാർ നടപടിയെടുക്കുന്നതാണ് സർക്കാരിനെതിരെ മുസ്ലിം വിരുദ്ധ പ്രചാരണം ഉയർന്നു വരാൻ കാരണമായത് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ വിമർശനം ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കളൊക്കെ എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. അജിംസ, വളരെ ഗൗരവത്തിലുള്ള പരാമർശമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖമാണ്. അപ്പോൾ അദ്ദേഹം ഒന്നും കാണാതെ പറഞ്ഞതായിരിക്കില്ല. എന്തടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം മുസ്ലിം തീവ്രവാദ സംഘങ്ങൾക്കെതിരായ പ്രചാരണമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ആയുധമാക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അത് എത്രത്തോളം ഗൗരവത്തിലെടുക്കേണ്ടതാണ്? ഈ ഹിന്ദുവിൻ്റെ ആ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് ഓഫീസർമാർ RSSുമായി രഹസ്യ മീറ്റിംഗ് നടത്തുന്നു, അതേക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം RSSനെതിരെ പോരാട്ടം നടത്തി നിരവധി പേർ ജീവൻ ബലി കഴിപ്പിച്ചൊരു പ്രസ്ഥാനമാണിത്. ഇതാരും വിശ്വസിക്കില്ല. പിന്നെ പരമ്പരാഗതമായി മുസ്ലിം കമ്മ്യൂണിറ്റി കേരളത്തിൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത് LDFന് വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോൾ മുതൽ UDF ഞങ്ങൾക്കെതിരെ നടത്തുന്ന ഒരു നുണപ്രചാരണമാണ് RSS CPM ബാന്ധവം എന്നുള്ളത്. അതുകൂടാതെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു, അതിൽ അവർക്ക് പൊളിറ്റിക്കൽ ഗെയിനൊക്കെ ഉണ്ടാകും, അതങ്ങനെ നടക്കട്ടെ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത്. അതായത് ദിസ് ക്യാമ്പയിൻ ഈസ് ഓൺലി എയിംഡ് അറ്റ് പൊളിറ്റിക്കൽ ഗെയിൻ. ദെയർ ആർ അതർ എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ്സ് ടു അറ്റ് വർക്ക്. മറ്റ് ചില തീവ്രവാദ ഗ്രൂപ്പുകളും ഈ പണി ചെയ്യുന്നുണ്ട്. ഹു ആർ പ്രൊമോട്ടിംഗ് കമ്മ്യൂണൽ ഡിവിഷൻ. സമൂഹത്തിൽ മതവിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില തീവ്രവാദികൾ ഈ പണി ചെയ്യുന്നുണ്ട്. When our government acts against Muslim extremist elements, these forces try to project that we are acting against Muslim. അതായത് മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് എതിരായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവർ പറയുന്നു അത് മുസ്ലിങ്ങൾക്കെതിരായ പ്രവർത്തനമായിട്ട് അവർ വ്യാഖ്യാനിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു ഫോർ എക്സാമ്പിൾ. ഇപ്പോൾ ഈ പറഞ്ഞതിന് എക്സാമ്പിളായിട്ടാണ് ഫോർ എക്സാമ്പിൾ. കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇതും ഈ രണ്ട് വാക്കുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ദിവ്യ നോക്കണം. ഫോർ എക്സാമ്പിൾ, 150 kg of gold and hawala money worth 123 crore were seized by the state police in the last 5 years from Malappuram district. This money is entering Kerala for anti-state and anti-national activities. കഴിഞ്ഞ വർഷം 150 kg of gold and hawala money worth Rs 123 crore. 150 കിലോ സ്വർണവും 123 കോടിയുടെ ഹവാല പണവും ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് പിടിച്ചു. ഇത് കേരളത്തിലേക്ക് വരുന്നത് സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ്. The allegations that you are referring to are a reaction to such actions by our government. എന്താണ് ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് മലപ്പുറത്തു നിന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം 150 കിലോ സ്വർണവും 123 കോടി രൂപയുടെ ഹവാലയും പിടിച്ചു. അപ്പോൾ ഈ പണം ഇവിടെ വരുന്നത് ആൻറ്റി നാഷണൽ പരിപാടിക്കാണ്. തീർച്ചയായിട്ടും ഹവാല, അതുപോലെ ഗോൾഡ് സ്മഗ്ലിംഗ്, ഇതൊക്കെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിതിയെയും ഡയറക്റ്റ് ടാക്സിങ്ങിനെയും ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇപ്പോൾ ഗോൾഡ് ഇറക്കുമതി ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിൽ ടാക്സും കസ്റ്റംസും സർക്കാരിന് കിട്ടും. അത് നികുതി വെട്ടിപ്പാണ്. അത് സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, ഹവാല എന്ന് പറഞ്ഞാൽ കണക്കിൽപ്പെടാത്ത പണം, അൺഅക്കൗണ്ടഡ് മണി. ഇതും തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ച്, ഭരണകൂടങ്ങളെ സംബന്ധിച്ച് പ്രശ്നം തന്നെയാണ്. ഓക്കെ, പക്ഷേ ഈ സംസ്ഥാനത്ത്, അതായത് മലപ്പുറത്തോ അല്ലെങ്കിൽ കേരളത്തിലോ വരുന്ന ഹവാല പണവും സ്വർണവും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനാണ് എന്ന് തെളിയിക്കുന്ന എന്ത് രേഖയാണ് മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റലിജൻസ് വിവരമുണ്ടോ? അതിന് കാരണം നമുക്കറിയാം, 2020 തിരുവനന്തപുരത്ത് സ്വർണ്ണക്കടത്ത് കേസ്, സ്വപ്ന സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള സ്വർണ്ണക്കടത്ത് കേസ് അറിയാം. അവിടെ വന്ന 10-30 കിലോ സ്വർണം, ആ സ്വർണം വന്നപ്പോൾ അത് ഡിപ്ലോമാറ്റിക് ബാഗേജാണ് വഴി വന്നത്, വലിയ വിവാദമായി മാറി. അവസാനം അതിലൊരു NIA കേസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു NIA കേസ്? NIA കണ്ടെത്തി ഇത് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ്. ഈ വരുന്ന സ്വർണം ഇത് ടെറർ ലിങ്കുള്ള സ്വർണ്ണമാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് NIA അന്വേഷിച്ചു. എന്നിട്ട് NIA എന്തെങ്കിലും കണ്ടെത്തിയോ?
അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് നടന്നതെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെ NIA അന്വേഷിച്ച കേസാണ്. ആ അന്വേഷിച്ച കേസിൽ ഇതെന്തെങ്കിലും തീവ്രവാദ ലിങ്കുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. മുഴുവൻ പേർക്കും ജാമ്യം കിട്ടി. എല്ലാ പേർക്കും ജാമ്യം കിട്ടി മാത്രമല്ല ഒരു തരത്തിലുള്ള തെളിവും ഇതിൻ്റെ ടെറർ ലിങ്കുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാൻ എനിക്ക് കോടതിയിൽ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അത് 30 കിലോ സ്വർണ്ണമാണ് വന്നത്, ഓർക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കരിപ്പൂർ ഒഴികെയുള്ള ബാക്കി ഒരു എയർപോർട്ടിലും സ്വർണ്ണം കടത്താറില്ല. ഉണ്ട്, തിരുവനന്തപുരം എയർപോർട്ടിലുണ്ട്, കൊച്ചിയിലുണ്ട്, കണ്ണൂരുമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പിടികൂടുന്ന സ്വർണ്ണത്തിൻ്റെ അളവ്, പരമാവധി അളവ് ഒരാളിൽ നിന്ന് പിടിക്കുന്നത് എത്രയാണ്? എല്ലാം 1 കിലോയിൽ താഴെയായിരിക്കും, 950 ഗ്രാം. അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ കഴിയുന്ന സ്വർണ്ണമേ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പിടിക്കുന്നുള്ളൂ. അല്ലാതെ വലിയൊരു ഗോൾഡ് സീഷോർ ഇന്ന് വരെ നമ്മൾ കരിപ്പൂരിൽ നിന്ന് കേട്ടിട്ടില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിൽ അൺസ്കിൽഡ് ലേബേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, തിരിച്ചു വരാൻ പോലും വണ്ടിക്കൂലി കാശില്ലാത്ത, വിമാനക്കൂലി ഇല്ലാത്ത ആളുകൾ കാരിയർമാരായി മാറുന്നു. അവരുടെ അന്തസ്സിനെ തന്നെ പണയം വെച്ചുകൊണ്ട് അവർ അതിന് 10,000-50,000 രൂപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കാരിയർ ആവാൻ തയ്യാറാവുന്നു എന്നാണ് കരിപ്പൂരിലെ ഈ ഗോൾഡ് സീഷോറിനെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതേസമയം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ പിടിക്കുന്ന സ്വർണ്ണത്തിൻ്റെ അളവ് എങ്ങനെയാണ്? അത് കിലോ കണക്കിനാണ് പിടിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ വിചാരിക്കുന്ന പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്ത് എടുത്ത് നോക്കിയാൽ അത് എയർപോർട്ട് വഴിയല്ല വരുന്നത്. നമ്മൾ DRIയുടെ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രധാനപ്പെട്ട ഗോൾഡ് കൺസൈൻമെൻറ്റ് മറ്റ് പല രീതിയിൽ ബൈ റോഡാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് കൺസൈൻമെൻറ്റ് വരുന്നത്. 100 കിലോയോളം സ്വർണം ഈ പറയുന്ന ജമ്മു കാശ്മീർ ലഡാക്ക് റീജിയനിൽ നിന്ന് ചൈനീസ് ബോർഡറിൽ നിന്ന് പിടിച്ചു DRI. അതെങ്ങനെ കൊണ്ടുവരുന്നത് വെച്ചാൽ UAE നിന്ന് റോഡ് മാർഗം നേപ്പാളിലോ ചൈനയിലോ എത്തിച്ച് ചൈനയിൽ നിന്നാണത് കടത്തുന്നത്. ഏറ്റവും കൂടുതൽ സ്വർണം ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയിട്ടുള്ളത് നമ്മുടെ മ്യാൻമാർ ബോർഡറിൽ നിന്നാണ്, ഇന്ത്യയുടെ. അതിൻ്റെ കാരണം ഇത് എളുപ്പമാണ്, വളരെ പോറസ് ആയിട്ടുള്ള ബോർഡറാണ്, അതുവഴി റോഡ് മാർഗം കടത്തിക്കൊണ്ടുവരാൻ എളുപ്പമാണ്. ഇനി അതും കൂടാതെ ഏറ്റവും കൂടുതൽ സ്വർണം കടത്തുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന ശരീരത്തിൽ ഒളിപ്പിച്ച് 950 ഗ്രാമാണ് ഏറ്റവും കൂടുതൽ പിടിക്കുന്ന സ്വർണം ഒരു മനുഷ്യനിൽ പിടിക്കുന്നത്. അതെങ്ങനെയാണ് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വിനിയോഗിക്കപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി വിശദമാക്കിയേ പറ്റൂ. കാരണം ഇത് മലപ്പുറത്തെ മാത്രം സ്പെസിഫൈ ചെയ്ത് പറയുന്നൊരു കാര്യമാണ്. അതല്ല, തിരുവനന്തപുരത്ത് പിടിക്കുന്നതും കണ്ണൂർ പിടിക്കുന്നതും കൊച്ചിയിൽ പിടിക്കുന്ന സ്വർണ്ണമെല്ലാം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെല്ലാം പിടിക്കപ്പെടുന്ന സ്വർണം ഇതിനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് മലപ്പുറത്ത് മാത്രമായി എക്സ്ക്ലൂസീവായി പറയുക, അത് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു വെച്ച ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ദൗർഭാഗ്യവശാൽ ആ രാഷ്ട്രീയ സ്ട്രാറ്റജി സംഘപരിവാറിൻ്റേതാണ്. ഇപ്പോൾ അൻവർ പറയുന്നല്ലോ, മുഖ്യമന്ത്രിക്ക് തലയ്ക്ക് ഒളിവില്ലാതെ എന്തോ പറയുന്നു, അദ്ദേഹം മറ്റുള്ളവർ എഴുതി കൊടുക്കുന്നത് വായിക്കുന്നു. MR അജിത് കുമാർ പറയുന്നതാണ് അദ്ദേഹം വായിക്കുന്നത്. നിയമസഭയിൽ പോലീസ് എഴുതി കൊടുക്കുന്ന മറുപടിയാണ്. ഇപ്പോൾ മറ്റു പലരും വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ പന്തീരാങ്കാവ് UAPA കേസിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ നടന്നൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം നോക്കി വായിക്കുകയാണ്, പോലീസ് എഴുതി കൊടുത്തത് വായിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് പോലീസ് എന്തെങ്കിലും എഴുതി കൊടുത്താൽ അത് വായിക്കാൻ മാത്രം ബുദ്ധിശൂന്യനായ ഒരാളല്ല പിണറായി വിജയൻ. അദ്ദേഹം പതിറ്റാണ്ടുകളുടെ 5-6 പതിറ്റാണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നല്ല രാഷ്ട്രീയ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം പോലീസ് എഴുതി കൊടുത്തൊരു പേപ്പർ കടലാസ് നോക്കാതെ വായിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം അത് വായിക്കുന്നത് അദ്ദേഹത്തിന് സ്വയം ബോധ്യമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ബോധ്യമുള്ളതെന്ന് മാത്രമല്ല, അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ചായ കുടിക്കാൻ പോയതിനല്ലല്ലോ അലൻ ഷെയ്ബിനെയും താഹയെയും UAPA ചാർത്തി പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തെ ആരെങ്കിലും പറയിപ്പിക്കുന്നതാണോ? അങ്ങനെയെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ്, സ്ഥിരബുദ്ധിയില്ലാത്ത ഒരാൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുക, മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആക്ട് ചെയ്യുക? അങ്ങനെയല്ല. അത് അദ്ദേഹം ഒരു നിർണായകമായ രാഷ്ട്രീയ സന്ധിയിൽ ആ രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാൻ എടുക്കുന്ന ഒരു രാഷ്ട്രീയ അട്ടവ് നയമാണ്. അത് അന്ന് അങ്ങനെയാണ് ചെയ്തത്, ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എങ്കിൽ മുഖ്യമന്ത്രി വായിക്കുന്ന ആ പ്രസ്താവന അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്ന പ്രസ്താവന യഥാർത്ഥത്തിൽ CPM-ൻ്റേത് തന്നെയാണോ എന്ന് CPM ആണ് വിശദീകരിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആരോപണം നിരന്തരമായി ഉന്നയിക്കുന്നവരാണ് സംഘപരിവാറാണ്, RSS ആണ്, BJP ആണ്. അവരെ ഉന്നയിക്കുന്ന അതേ ആരോപണം മറ്റൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ മുഖ്യമന്ത്രി പറയുമ്പോൾ ഇദ്ദേഹം ആരുടെ വലയത്തിലാണ്, അദ്ദേഹം ചിന്തിക്കുന്നത് ആരെ പോലെയാണ്, അദ്ദേഹം പറയുന്ന ആരോപണം ആർക്കെതിരാണ്, ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മളിത് ഒരിക്കൽ കൂടി വായിക്കേണ്ടത് അൻവറിൻ്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അൻവർ എന്താണ് പറയുന്നത്? മുഖ്യമന്ത്രിക്ക് BJP നേതാക്കളുമായി ബന്ധമുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി RSS ജനറൽ സെക്രട്ടറി നേരിട്ട് കണ്ട് ചർച്ച നടത്തി MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു. സ്വർണ്ണ മുതലിൻ്റെ പങ്ക് പറ്റുന്ന ആളാണ് P ശശി എന്ന് പറയുന്നു. അപ്പോൾ ഈ P ശശി കൊള്ളമുതലിൻ്റെ പങ്ക് പറ്റുന്ന ആളാണ്. അതായത് സ്വർണം പൊട്ടിച്ചുകൊണ്ട് പോകുന്നു MR അജിത് കുമാറിന് കീഴിലുള്ള സംഘം, പോലീസ് സ്വർണം പൊട്ടിക്കുന്നു, അതിൻ്റെ കൊള്ളമുതലിൻ്റെ പങ്ക് പറ്റുന്ന ആളാണ് P ശശി എങ്കിൽ മുഖ്യമന്ത്രിക്ക് അതേക്കുറിച്ച് അറിയില്ലേ? മുഖ്യമന്ത്രി അതേക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ എന്താണ് യോഗ്യത? അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം ആദ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ മുഖ്യമന്ത്രി ആ ആരോപണത്തിന് ബദലായിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ വരുന്ന, അതായത് പോലീസ് പൊട്ടിക്കുന്ന സ്വർണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ വരുന്ന സ്വർണ്ണമാണ്, പോലീസ് പിടിക്കുന്നതല്ല അവിടെ പ്രശ്നം. അൻവറിൻ്റെ ആരോപണം എന്താണ്? പോലീസ് കസ്റ്റംസുകാർ നൽകുന്ന സിഗ്നൽ, കസ്റ്റംസുകാരുടെ സ്കാനിങ്ങിൽ കണ്ടെത്തുന്ന സ്വർണം പുറത്തേക്ക് വിടുന്നു,
അവർ പിടിക്കാതെ പുറത്തേക്ക് വിടുന്നു. ആ വിവരം പോലീസിന് കൊടുക്കുന്നു. പോലീസ് ഈ സ്വർണം പിടിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം തട്ടിയെടുക്കുന്നു. ഇതാണ് അൻവറിൻ്റെ ആരോപണം. അത് ശരിയോ തെറ്റെന്ന് കണ്ടുപിടിക്കണം. കാരണം പോലീസിന് സ്വർണം കണ്ടെത്താനുള്ള സ്കാനറൊന്നുമില്ലല്ലോ. പോലീസ് ജീപ്പിൽ പുറത്തു നിന്ന് കഴിഞ്ഞാൽ സ്വർണ്ണമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെന്ന് അവരെങ്ങനെ അറിയാനാണ്? അതായത് കസ്റ്റംസ് കൊടുക്കുന്ന വിവരപ്രകാരമാണ് അവർ പിടിക്കുന്നതെന്ന് അൻവറിൻ്റെ ആരോപണം യുക്തിസഹമാണ്. അതാണ് അൻവറിൻ്റെ ആരോപണം. സ്വർണ്ണക്കടത്ത് പിടിക്കാൻ പാടില്ല, സ്വർണം കൊണ്ടുവരും തടയണം എന്നല്ല അൻവർ പറയുന്നത്. അൻവർ എന്താ പറയുന്നത്? കസ്റ്റംസ് പിടിക്കേണ്ട സ്വർണം അവർ സിഗ്നൽ കൊടുത്ത് ഇത് പൊട്ടിച്ചെടുക്കുന്നു, അതിൻ്റെ കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നു. ഇതാണ് അൻവർ ഉന്നയിക്കുന്ന ആരോപണം. എങ്കിൽ അതിനെ മറികടക്കാൻ പിണറായി വിജയൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഇങ്ങനെ വരുന്ന സ്വർണം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വരുന്നതാണ്. അത് പോലീസ് പിടിക്കുമ്പോൾ ചില എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റുകൾക്ക് കൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഇതെന്ത് തരം രാഷ്ട്രീയമാണ്? ഇത് CPM രാഷ്ട്രീയമാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമാണ്? ഈ രാഷ്ട്രീയം സംഘപരിവാറിൻ്റെ രാഷ്ട്രീയമാണ്, RSSൻ്റെ രാഷ്ട്രീയമാണ്. എങ്കിൽ ദൗർഭാഗ്യവശാൽ ഒരു കാര്യം പറയാനുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഈ മാടമ്പള്ളി മനയിലെ യഥാർത്ഥ നാഗവല്ലി. യെസ് നിഷാദ്, ADGP RSS കൂടിക്കാഴ്ച വിവാദത്തിനിടെയാണ്, അല്ലെങ്കിൽ ആ വിവാദം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു അഭിമുഖം നൽകിയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയെ തന്നെ തിരിഞ്ഞുകൊത്തുന്നു. തിരിഞ്ഞുകൊത്തും ചോദിച്ചതിൽ ഏറ്റവും മൗലികമായ പ്രശ്നം അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ PB അൻവറിന് ആരുമായിട്ട് ബന്ധമുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട്. അൻവർ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുടെ പ്രതിനിധിയായി സംസാരിക്കുന്നു. അസ്വസ്ഥരായ മാഫിയ സംഘങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവാണ് അദ്ദേഹം എന്നാണ് പാർട്ടിയും പാർട്ടിയുടെ അണികളും സൈബർ സ്പേസും മുഖ്യമന്ത്രിയും ഒക്കെ പറയാൻ ശ്രമിക്കുന്നത്. അത്രയൊക്കെ പറഞ്ഞോളൂ. പക്ഷേ അൻവർ ഉന്നയിച്ച മൗലികമായ പ്രശ്നം അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരാൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, 1-2 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, പോലീസ് കൃത്യമായുള്ള പുറകെ വരുന്നു, കയ്യിലുള്ള സ്വർണ്ണം എടുക്കാൻ പറയുന്നു. അതെങ്ങനെയാണ് പോലീസിന് പറ്റുന്നത്? അതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്ന് വെച്ചാൽ അകത്തുള്ള കസ്റ്റംസിലുള്ള സ്കാനറിൽ അവർക്ക് കിട്ടുന്ന വിവരം പുറത്തേക്ക് കൊടുക്കുന്നു, ഒരു പ്രത്യേക കേന്ദ്രത്തിന് കൊടുക്കുന്നു പോലീസിലെ. ആ പോലീസിലെ സംഘം അവിടെ പോകുന്നു, ആളുകളെ തെരഞ്ഞു പിടിക്കുന്നു. എത്ര ആയിരം മനുഷ്യർ ഒരു ദിവസം പുറത്തേക്ക് വരുന്നു? എല്ലാവരെയും പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. കൃത്യമായ ഇൻഫർമേഷൻ അകത്തുനിന്ന് കിട്ടുന്നു, അവർ ചെക്ക് ചെയ്യുന്നു, ആ പൈസ ആ സ്വർണം കണ്ടെടുക്കുന്നു. അതിൽ നിന്നൊരു ഭാഗം പോലീസ് പൊട്ടിക്കുന്നു, അത് ഉരുക്കുന്ന തട്ടാൻ 20 കോടിയുടെ വീടുണ്ടാക്കുന്നു. നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഈ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പിണറായി വിജയനെ കൊണ്ട് പറ്റുന്നില്ല, മുഖ്യമന്ത്രിയെ കൊണ്ട് പറ്റുന്നില്ല. അൻവറിനെ തീവ്രവാദിയാക്കിക്കോളൂ, അൻവറിനെ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുടെ പ്രതിനിധി ആയിക്കോളൂ. ഓക്കെ, ആക്കി കഴിഞ്ഞല്ലോ. ആക്കി കഴിഞ്ഞ് മാറ്റി എടുത്തിട്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയണം. ഇത് എവിടെ നിന്നാണ് ഈ പരിപാടി നടക്കുന്നത് എന്ന്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പോലീസിൻ്റെ കിട്ടുന്നതിൻ്റെ കണക്ക് വായിക്കുമ്പോൾ ബാക്കി എല്ലായിടത്തും കിട്ടുന്നതിൻ്റെ കണക്ക് പറയണ്ടേ? ഈ മലപ്പുറത്ത് നിന്ന് മലപ്പുറത്ത് കൊണ്ടുവരുന്ന കിട്ടുന്ന മലപ്പുറത്തെ എയർപോർട്ടിൽ നിന്ന് കിട്ടുന്നത് മാത്രമാണോ ഇന്ത്യയിലെ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നത്? അതോ മറ്റ് എയർപോർട്ടുകളിൽ പിടിക്കുന്നതും തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നുണ്ടോ? അത് വ്യക്തത വരുത്തേണ്ട കാര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് സ്വപ്ന സുരേഷിൻ്റെ നേതൃത്വത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി പല കൺസൈൻമെൻറ്റുകൾ കൊണ്ടുവന്നു. ഇവിടെ കിലോ കണക്കിന് സ്വർണം കൊണ്ടുവന്നു. ആ സ്വർണം എന്തിനു കൊണ്ടുവന്നതാണ് എന്ന കാര്യത്തിൽ നിലപാടുണ്ടോ? എന്ന് മാത്രമല്ല, ആ സ്വർണം ആർക്ക് കൊണ്ടുവന്നതാണ് എന്ന നിലയ്ക്ക് വല്ല ഇൻഫർമേഷനും കേരളത്തോട് പങ്കുവയ്ക്കാൻ മുഖ്യമന്ത്രിക്കുണ്ടോ? കിലോ കണക്കിന് സ്വർണം വന്നു. ഈ സ്വർണം വന്നത് ആർക്കാണെന്ന് അറിയാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് കൊണ്ടുവന്ന ഇന്ന വ്യവസായിക്കാണ്, ആ വ്യവസായിയെ സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക സംഘമുണ്ട്, അവരാരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് ആ സംഘപരിവാറിൻ്റെ BJPയുടെ ഏജൻസികൾ മുഴുവൻ കുമിഞ്ഞു കിടന്ന് അന്വേഷിച്ചിട്ടും അവരിതിൻ്റെ ആർക്കാണ് കൊണ്ടുവന്നതിലേക്ക് എത്താത്തെന്താണ്? അവർക്ക് താല്പര്യമുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ഈ സ്വർണം മുഴുവൻ വന്നത്. അത് വിളിച്ചു പറയാൻ ഇവിടെ CPM ഇല്ല, അത് വിളിച്ചു പറയാൻ ഇവിടെ മുഖ്യമന്ത്രിയോ സർക്കാരോ ഇല്ല. ആർക്കാണ് സ്വർണം കൊണ്ടുവന്ന് പറയുന്നതല്ലാതെ ആർക്കാണ് ആ സ്വർണം വന്നതെന്ന് അറിയാത്തവരാണോ ഇവിടുത്തെ സർക്കാർ? ആ കൊണ്ടുവന്നിരിക്കുന്ന സ്വർണം ഇന്ന ആളുകൾക്ക് വേണ്ടിയാണെന്ന് സർക്കാർ വല്ലതും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതേസമയം ഒരു തെളിവുമില്ലാതെ മലപ്പുറത്തെ മാത്രം കണക്കെടുത്ത് മുന്നിൽ വെച്ച് അത് തീവ്രവാദത്തിനാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വർണം തീവ്രവാദത്തിനാണ്, രാജ്യരക്ഷയ്ക്കെതിരായിട്ടാണെന്ന് പറഞ്ഞാൽ കൺവിൻസിങ് ആവില്ല, ആളുകൾക്ക് ഡൈജസ്റ്റിംഗ് ആവില്ല എന്ന് പിണറായി വിജയൻ തന്നെ അറിയാം. അപ്പോൾ പിണറായി വിജയൻ വളരെ പെട്ടെന്നൊരു കോംബോ ഉണ്ടാക്കിയെടുക്കുന്നു, ആ കോംബോ എടുത്ത് മുന്നിലേക്ക് വെക്കുകയാണ്. നാളെ ഇതെവിടെയാണ് വരിക? ഇന്നിപ്പോൾ ഏതൊക്കെ വെബ്സൈറ്റുകളാണ് പ്രാധാന്യത്തോടെ വന്നിരിക്കുന്നത്? ഇതാ സത്യം പുറത്ത് വന്നിരിക്കുന്നു. നാളെ എവിടെയൊക്കെ വരും? നാളെ ആരാണിത് ഏറ്റെടുക്കുക? അന്നത്തെ ആദ്യത്തെ വാർത്താ സമ്മേളനം ഏറ്റെടുത്ത് ആരാണ്? ഹിന്ദു ഐക്യവേദിയുടെ നേതാവ്, അവരുടെ പത്രം, ഇതിലൊക്കെയാണ് വന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ സൊസൈറ്റിക്കകത്ത് മൊത്തത്തിലൊരു റൈറ്റ് വിങ് അന്തരീക്ഷമുണ്ട്. ഇതൊക്കെ വളരെ പെട്ടെന്ന് വിശ്വസിക്കുകയും ഇതൊക്കെ മുഴുവൻ ശരിയാണ്, മലപ്പുറത്ത് മുഴുവൻ ഈ പറഞ്ഞത് വലിയ തോതിലുള്ള ഡസൻ കണക്കിന് കിലോ കണക്കിന് സ്വർണം കൊണ്ട് മറിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ എവിടെയും ഇതൊന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ട്. ആ നിലയ്ക്കൂടെ വലിയൊരു പ്രചരണം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രചരണത്തിന് പ്രധാനമായിട്ട് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാരാണ്. അതിൻ്റെ കൂടെ കേരളത്തിൻ്റെ ഭരണകൂടവും കൂടെ കൂടിക്കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നൈമിഷികമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാൻ കേരളത്തിൻ്റെ അടി പുകച്ച് കളയുന്ന ഒരു വിഷം എടുത്ത് പിണറായി വിജയൻ പ്രയോഗിക്കുകയാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ PB അംഗമാണ് എന്ന് പറയപ്പെടുന്നു.
അദ്ദേഹം ഇറസ്പോൺസിബിളായി ഇടപെടുന്നത് നമ്മൾ കാണും. എന്നിട്ട് ഇപ്പോഴും RSSൻ്റെ ആളുകൾ നിങ്ങളുടെ ഭരണകൂടത്തിൽ പ്രധാനപ്പെട്ട കസേരയിൽ ഇരിക്കുന്നത് എന്തേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ ചോദ്യം ചോദിക്കുന്ന മനുഷ്യരെ തീവ്രവാദത്തിൻ്റെ ചാപ്പയടിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും. രക്ഷപ്പെടാൻ കഴിയുന്ന അന്തരീക്ഷമാണ് കേരളത്തിലും ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളത്. അത് നമ്മുടെ ദൗർഭാഗ്യം. പക്ഷേ അതെടുത്ത് ഉപയോഗിച്ചിട്ട് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ട കാര്യം. അപ്പോൾ അതിനകത്ത് വളരെ സ്പഷ്ടമായൊരു സംഗതിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം അദ്ദേഹത്തിന് ദേശീയ സർക്കാരിലെ കക്ഷിയുമായി ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ നിലയ്ക്കുള്ള പല നീക്കുപോക്കുകളും നടത്തുന്നതെന്ന്. അത് വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. കേരളത്തിൽ ആരും അത് വിശ്വസിക്കില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ കോൺഫിഡൻസിൽ. അങ്ങനെയല്ല, ആ സംശയം വളരെ സീരിയസ് ആയി കൊണ്ടു നടക്കുന്ന മനുഷ്യരുണ്ട്. കാരണം എന്തുകൊണ്ടാണത്? അതിപ്പോഴും എന്തുകൊണ്ട് ഈ സംഭവങ്ങളെ ഡീകോഡ് ചെയ്യാനും വിശദമാക്കാനും സർക്കാരിന് കഴിയാത്തത് കൊണ്ടാണ് ആ സംശയം ആൾക്കാരുടെ മനസ്സിലുള്ളത്. ആ സംശയത്തെ അങ്ങേയറ്റം ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നാണ്. സംഘപരിവാറിന് പണിയെടുക്കാൻ പോലീസിനെ വിട്ടുകൊടുക്കുന്നു മാത്രമല്ല, സംഘപരിവാറിന് വളരാൻ കഴിയുന്ന സാമൂഹ്യാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പ്രധാന ആളായിട്ട് മുന്നിൽ കയറി നിൽക്കാൻ പിണറായി വിജയൻ. മലപ്പുറം കുഴപ്പമാണ്. മൊത്തം കള്ളക്കടത്തും മലപ്പുറത്താണ്. ഗുജറാത്തിലോ മ്യാൻമാർ അതിർത്തി വഴിയല്ല, വരുന്നത് മുഴുവൻ മലപ്പുറത്തൂടാണ്. രാജ്യവിരുദ്ധ ശക്തികൾ, ഈ പ്രയോഗമൊക്കെ ആരുടേതാണ്? അമിതമായ അതിദേശീയതാവാദം, അത് കഴിഞ്ഞിട്ടുള്ള സകലത്തിലും കാണുന്ന രാജ്യവിരുദ്ധത, ഇതൊക്കെ ആരുടെ ടെർമിനോളജീസാണ്, ആരുടെ പ്രയോഗമാണ്? ഒരു തെളിവുമില്ലാത്ത സകലത്തിനും രാജ്യവിരുദ്ധത ആരോപിക്കുക. ഒരാളുടെ പേര് കണ്ടാൽ അയാളുടെ മേൽ രാജ്യവിരുദ്ധത ആരോപിക്കുക. അയാൾ വരുന്ന സ്ഥലം നോക്കിയിട്ട് രാജ്യവിരുദ്ധത ആരോപിക്കുക. ഇത് ആരുടേതാണ്? ഈ PV അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ കള്ളക്കടത്തുകാരുടെ പ്രതിനിധിയാണെന്നും ആ പണം ആ കള്ളക്കടത്തുകാർ രാജ്യവിരുദ്ധ ശക്തിയുമായി ബന്ധമുള്ളതാണെന്നുമാണ് DGPക്ക് ആദ്യം കൊടുക്കുന്ന മൊഴി. ആര്? ഈ ADGP കൊടുക്കുന്ന മൊഴി. ADGPയുടെ മൊഴി എന്താണോ അത് ആവർത്തിക്കുകയാണ് കേരളത്തിൻ്റെ ഭരണത്തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം സമ്പൂർണ്ണാർത്ഥത്തിൽ കേരളത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ വിശ്വസിച്ച് നിൽക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യരെയും നിരാശപ്പെടുത്തുകയാണ് എന്നത് നിസ്തർക്കമായി പറയാൻ കഴിയുന്ന കാര്യം. എന്താ ചെയ്യാൻ പറ്റുക എനിക്കറിയില്ല. പക്ഷേ ഇത് ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കുന്ന കാര്യം. പിണറായി വിജയൻ കൂടി സംഘത്തിൻ്റെ കൂടെ ചേരുന്നു എന്നതാണ് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. അത്രേ ഉള്ളൂ. യെസ്, തീർത്തും തെറ്റിദ്ധാരണാജനകമായ വസ്തുതാവിരുദ്ധമായ കാര്യമാണ് മുഖ്യമന്ത്രി ആ അഭിമുഖത്തിൽ പറഞ്ഞത്. അത് എന്തടിസ്ഥാനത്തിലാണ്, എന്ത് രേഖകളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് എന്ന് വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എന്താണ് അതിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചത് എന്ന് എന്തായാലും പൊതുജനം തിരിച്ചറിയും എന്നത് ഉറപ്പാണ്.